തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ വേണുവിന്റെ മരണത്തിൽ ഉത്തരവാദിത്തം ഡോക്ടർമാർക്കെന്ന് ആവർത്തിച്ച് വേണുവിന്റെ ഭാര്യ DMEയുടെ നേതൃത്വത്തിൽ മൊഴിയെടുത്തപ്പോഴാണ് ഇക്കാര്യം ആവർത്തിച്ചത്. സമയത്ത് ചികിത്സ ലഭിച്ചിരുന്നുവെങ്കിൽ ജീവൻ രക്ഷിക്കാമായിരുന്നു. എക്കോ പരിശോധനയും ആൻജിയോഗ്രാമും നടത്തിയില്ല. നവംബർ 1 മുതൽ ഉണ്ടായ സംഭവങ്ങൾ സംഘത്തിന് മുന്നിൽ സിന്ധു വിശദീകരിച്ചു. 2 മണിക്കൂറോളം നീണ്ട മൊഴിയെടുപ്പ് പൂർത്തിയായി. കൃത്യമായിട്ട് എല്ലാ കാര്യങ്ങളും അന്ന് മുതൽ സംഭവിച്ച 1-ാം തീയതി മുതൽ സംഭവിച്ചത് 5-ാം തീയതി വരെയുള്ളത് എന്തെല്ലാം കാര്യങ്ങളാണ് അതെല്ലാം ഞാൻ പറഞ്ഞിട്ടുണ്ട്. അന്വേഷണ സംഘം ചോദിച്ചത് അതായത് ഹോസ്പിറ്റലിൽ ചെന്നത് മുതലുള്ളത്, അതായത് അദ്ദേഹത്തിന് നെഞ്ചുവേദന വന്ന ആ സമയം മുതലുള്ള കാര്യങ്ങൾ എന്നോട് പറയാൻ പറഞ്ഞു. അങ്ങനെ കൃത്യമായിട്ട് എല്ലാ കാര്യങ്ങളും ഞാൻ പറഞ്ഞിട്ടുണ്ട്. മരണം സംഭവിച്ചത് മുന്നേ വരെയുള്ള എന്തൊക്കെ കാര്യങ്ങളാണ് അതെല്ലാം കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഞാൻ ലാസ്റ്റ് നമ്മൾ കൊടുത്ത മൊഴി എഴുതി കൊടുത്ത് അതോടൊപ്പം ഞാനൊരു പേപ്പറും കൊടുത്തിട്ടുണ്ടായിരുന്നു. ഞാൻ അതിനകത്ത് എഴുതിയത് എൻ്റെ ഭർത്താവ് അതായത് വേണുവിൻ്റെ മരണകാരണം 100% ഞാൻ ഡോക്ടേഴ്സിൻ്റെ വീഴ്ചയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുകൊണ്ട് അതേപോലെ തന്നെ പല മാധ്യമങ്ങളും ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. ലിവറിൻ്റെ അതായത് FBയിലൊക്കെ ഞാൻ നോക്കിയപ്പോൾ ലിവറിൻ്റെ കംപ്ലയിൻറ്റ്, കിഡ്നിയുടെ കംപ്ലയിൻ്റ് ഒക്കെ ഉണ്ടായിരുന്നു. അതൊന്നും അങ്ങനെയൊന്നും ഞാൻ അറിഞ്ഞിട്ടില്ല. അതേപോലെ ബൈസ്റ്റാൻഡേഴ്സിനെ കൃത്യമായിട്ട് അറിയിച്ചിട്ടില്ല. ലിജോയുടെ വിവരങ്ങൾ നൽകാനായി. ലിജോ, ഈ മൊഴിയെടുപ്പ് പൂർത്തീകരണം കഴിഞ്ഞിട്ടുണ്ടോ? ഇപ്പോഴും ഉത്തരവാദിത്തം ഡോക്ടർമാർക്ക് എന്ന ആരോപണത്തിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ് വേണുവിന്റെ കുടുംബം. എന്താണ് വിശദാംശം? അജി, ഹൃദ്രോഗത്തെ തുടർന്നാണ് വേണുവിനെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നവംബർ 1 അഡ്മിറ്റ് ചെയ്യുന്നത്. അതിന് പിന്നാലെ 5-ാം തീയതിയോടുകൂടെ വേണുവിന്റെ മരണം സംഭവിക്കുന്നു. ഇതോടുകൂടെയാണ് കുടുംബം ചികിത്സാ പിഴവുണ്ടായി കൃത്യമായി ചികിത്സ ലഭിച്ചില്ല എന്നുള്ള ഒരു പരാതി ഉയർത്തുകയും ആരോഗ്യമന്ത്രിക്ക് ഉൾപ്പെടെ പരാതി നൽകുകയും ചെയ്തത്. ആണ് DM കൈമാറിയത്. ഇന്ന് രാവിലെ 11 മണിക്ക് ചവറ KMML ഗസ്റ്റ് ഹൌസിൽ വെച്ചായിരുന്നു ഈ DMEയുടെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘത്തിന്റെ ഹിയറിംഗ് വച്ചിരുന്നത്. അവിടെ കൃത്യമായി തന്നെ വേണുവിന്റെ ഭാര്യ സിന്ധു എത്തിയിട്ടുണ്ടായിരുന്നു. കാര്യങ്ങളെല്ലാം തന്നെ വിശദീകരിച്ചു. അതായത് ഡോക്ടർമാരുടെ ഭാഗത്തു നിന്നുണ്ടായ ചികിത്സാ പിഴവാണ് തന്റെ ഭർത്താവിന്റെ മരണത്തിന് കാരണമായെന്നുള്ള കാര്യം കൃത്യമായി ആവർത്തിച്ച് പറഞ്ഞു. ചികിത്സയുടെ ഓരോ ഘട്ടത്തിലും പറ്റിയ പിഴവുകളെ കുറിച്ച് കൃത്യമായി ഈ മൊഴി നൽകിയിട്ടുണ്ട് എന്നുള്ള കാര്യം തന്നെയാണ് വ്യക്തമാക്കിയിരിക്കുന്നത്. എക്കോ എടുക്കാത്തതും ആൻജിയോഗ്രാം നടത്താത്തതും ഉൾപ്പെടെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. നവംബർ 1 മുതൽ ഉണ്ടായ, അതായത് വേണുവിനെ തിരുവനന്തപുരത്ത് അഡ്മിറ്റ് ചെയ്തത് മുതലുണ്ടായ സംഭവങ്ങളെല്ലാം വിവരിച്ച് പറയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. 2 മണിക്കൂറോളം നീണ്ട മൊഴിയെടുപ്പാണ് ഏകദേശം 1 മണി കഴിഞ്ഞ സമയത്ത് അവസാനിക്കുകയും ചെയ്തത്. നേരത്തെ 2 തവണ മാറ്റിവെച്ച മൊഴിയെടുപ്പാണ് ഇപ്പോൾ നടന്നിരിക്കുന്നത്. വീട്ടിൽ വെച്ച് മൊഴിയെടുക്കണമെന്നൊരു ആവശ്യം കുടുംബം പറഞ്ഞിരുന്നെങ്കിലും വീട്ടിലും തിരുവനന്തപുരത്തും അല്ലാത്ത മറ്റൊരു സ്ഥലത്ത് വെച്ച് മൊഴിയെടുക്കുക എന്നുള്ളൊരു തീരുമാനത്തിലായിരുന്നു അവസാനം DME എത്തിയത്. ശരി, ലിജോയാണ് വിവരങ്ങൾ നൽകിയത് കൊല്ലത്ത് നിന്ന്.